അപ്പം നമ്മൾ ന്യൂട്ടിക്ക് എന്ന് പറഞ്ഞ് സിനിമാ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ സംസാരിക്കാമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം. ന്യൂട്ടിക്കിൽ ഒരുപാട് കാര്യങ്ങൾ വരും. അതിൽ ടൈം ടു ടോക്കിൽ നമ്മൾ പ്രധാനമായിട്ട് എന്തൊക്കെയാണ് വരിക, എന്തൊക്കെയാണ് ഉദ്ദേശിച്ചത്? അല്ല, നമ്മൾ ഏതായാലും സിനിമയെക്കുറിച്ച് ഒത്തിരി റിസർച്ചുകൾ നടത്തുന്നുണ്ട്. സിനിമയുടെ പിന്നാമ്പുറ കാര്യങ്ങൾ, കഥകൾ വന്ന വഴിയും, സിനിമ എത്രത്തോളം ഓടി, അന്ന് എത്രത്തോളം കളക്ഷൻ വന്നു, ലൊക്കേഷൻസ് ഏതൊക്കെയാണ്, നമ്മൾ ഒത്തിരി കാര്യം നമ്മൾ കാണുമ്പോൾ ചർച്ച ചെയ്യാറുണ്ട്. അല്ലാത്തപ്പോൾ പോലും സെർച്ചും ചെയ്യുന്നുണ്ട്. നമ്മളെപ്പോലെ ഒത്തിരി പേര് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് കിട്ടിയ ചില അറിവുകൾ എല്ലാം കൂടി ഒന്ന് ചേർത്ത് ഇടുക. അപ്പൊ അത് വ്യൂവേഴ്സിനും എളുപ്പത്തിലുള്ള സാധനങ്ങൾ കാണുക. നമുക്ക് പറയുന്ന സാധനങ്ങൾ അതിനേക്കാൾ കൂടുതൽ അറിയുന്ന വേറെ ആളുകൾ ഉണ്ടാവും. ഡെഫിനറ്റ്ലി അവര് കമന്റിലൂടെ ആ സാധനങ്ങൾ പറഞ്ഞു തരുന്നു. അപ്പൊ മൊത്തത്തിൽ ഒരു ഇന്ററാക്റ്റീവ് സാധനം, അതായത് സിനിമയെ കുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യാനുള്ള ഒരു സാധനം. നമുക്ക് അറിയുന്ന ഒരു സാധനം നമ്മൾ ചർച്ച ചെയ്യുന്നു. അതിന്റെ പുറകെ അവര് നമുക്കറിയാത്ത കാര്യങ്ങളും ഇൻഫർമേഷൻസും കമന്റ് ആയിട്ട് പറഞ്ഞു തരികയാണെങ്കിൽ മൊത്തത്തിൽ ഒരു ഡാറ്റ ആയിട്ട് അവിടെ കിടക്കും അല്ലേ? അതൊന്നും പുതിയ സിനിമകളെ കുറിച്ച് നിങ്ങൾ നിരൂപണം നടത്തും, അങ്ങനത്തെ പരിപാടി ഉണ്ടോ? പുതിയ സിനിമകളെ കുറിച്ച് എന്തായാലും പറയും. പക്ഷെ തിയേറ്ററിൽ നിൽക്കുമ്പോൾ അത് പറയണ്ടെന്നുള്ളതാണ് ഒരു അഭിപ്രായക്കാരനാണ് ഞാൻ. കാരണം ചില പ്രൊഡ്യൂസറും ഡയറക്ടേഴ്സും നടന്മാരെല്ലാവരും ഒരു സിനിമ ചെയ്യുന്നത് എന്താ, അത് ഓടുക, അതിൽ നിന്നുള്ള പൈസ മുടക്കി ഒരു അതിന്റെ റവന്യൂ അതെല്ലാം കഴിഞ്ഞ് നമുക്ക് പറയണമെന്ന് തോന്നുന്ന സിനിമകളെ പറ്റിയിട്ട് പിന്നീട് പറയും. ഡെഫിനറ്റ്ലി പറയും അല്ലേ? അതാണ് ഉദ്ദേശം. അപ്പൊ നമ്മൾ അന്ന് പറഞ്ഞ അനുസരിച്ചിട്ട് മമ്മൂട്ടി വേഴ്സസ് മോഹൻലാലിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. ആദ്യമേ പറഞ്ഞത് ലാലേട്ടനെ കുറിച്ച് പറയാനാണെങ്കിലും അതുപോലെ ഒത്തിരി കാര്യങ്ങളുണ്ട്. അല്ല, ഞാൻ അപ്പൊ പറഞ്ഞു വന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ 1980 ഇവര് രണ്ടുപേരും ഏകദേശം സജീവമാകുന്നത് അല്ലേ? ഫസ്റ്റ് പടവും ലാലേട്ടന്റെ 80 മമ്മൂട്ടി 1971 അനുഭവങ്ങൾ പാളിച്ചകളിൽ ചെറിയൊരു വേഷം ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് 73 കാലചക്രത്തിൽ ചെറിയൊരു വേഷം വീണ്ടും ചെയ്തിട്ടുണ്ട്. അതിനുശേഷം പിന്നീട് ഒരു 7 വർഷത്തെ ഗ്യാപ്പിന് 7 വർഷം ഒരു സാധനം കിട്ടിയൊന്നുമില്ല. അത് അത്രയും കാലത്തെ ഒരു നടത്തത്തിന് ശേഷമാണ് പിന്നെ KG ജോർജിന്റെ മേളയില് വരുന്നത്. മേള ഒരു അസാധ്യ സിനിമയായിരുന്നല്ലോ. അപ്പോ മേള കണ്ടിട്ടില്ലേ? മേള കണ്ടുണ്ട്. മേളയെ പറ്റി എന്താ പറയുന്നത്? മേളയെ കണ്ടെന്ന് വെച്ചാൽ അന്ന് കണ്ടതിന് ശേഷം പിന്നെ ഈ കോവിഡ് ഘട്ടത്തിൽ യൂട്യൂബിൽ പിന്നെ ഒന്ന് റിവിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. മേള അല്ലാണ്ട് നിങ്ങൾ എപ്പോ കണ്ടു? തിയേറ്ററൊന്നും കാണാൻ പറ്റും. വീഡിയോ കാസറ്റ് യുഗത്തില് കണ്ടിട്ടുണ്ട്. യുഗത്തിലാണ്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം എല്ലാ നല്ല പടങ്ങളും ഈ കോവിഡ് കാലഘട്ടത്തിലാണ് ഒന്ന് റീവിസിറ്റ് ചെയ്യാനുള്ള സമയം കിട്ടിയതും പല ആൾക്കാരും നല്ല ലിങ്കുകൾ അയച്ചു തരികയും ചില ചാനലുകാരുടെയൊക്കെ ഇതുണ്ട്. പക്ഷെ അന്ന് ഞാനിങ്ങനെ ഞെട്ടിച്ചൊരു പടമാണ് മേള. കാരണം വെച്ചാൽ KG ജോർജ് അങ്ങനെ ഒരു സിനിമ ചെയ്യുകയും അത് ഒരു സർക്കസ് ക്യാമ്പിൽ നടക്കുന്ന, കൂടാരത്തിൽ നടക്കുന്ന ഒരു കഥയുള്ള വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സിനിമകളാണ്. നായകനായി വരുന്ന പടം. പക്ഷെ അന്ന് പോലുവേ ഞാനിപ്പോ ഈ സിനിമ എടുത്ത് കാണുമ്പോൾ, ഇടക്കാലത്ത് ഈ സിനിമ എടുത്ത് കാണുമ്പോൾ മമ്മൂട്ടി ഇപ്പൊ ഇരിക്കുന്ന പോലെ തന്നെയാണ്. അതീവ സുന്ദരം. ഞാൻ പറഞ്ഞത് സൗന്ദര്യം മാത്രമല്ല, അതിൽ തന്നെ ഇമോഷണൽ സീക്വൻസ്, പാട്ട് എല്ലാം ഉണ്ട്. ഭയങ്കര ഒരു സാഡ് സോങ് ഉണ്ടല്ലോ. അപ്പോൾ ഈ മറ്റേ ഇവര് രഘുവിന്റെ വൈഫ് ഇയാളുമായിട്ട് റിലേഷൻ ഉണ്ടെന്നുള്ളൊരു സംശയത്തില് ഒരു ടെന്റിനകത്ത് തന്നെ പുള്ളിയുടെ അടുത്ത് ഒരു വേഗമായിട്ടുള്ള ഓർമ്മ ഉണ്ട്, അവിടെ വരണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സാധനം കാണിക്കുന്ന സമയത്ത് അവിടുന്ന് പുള്ളി ഇറങ്ങിപ്പോയതിനു ശേഷം പുള്ളി തനിച്ച് നിന്നിട്ട് ഒരു പാട്ടൊക്കെ ഉണ്ട്, ഒരു ഇതൊക്കെ ഉണ്ട്. അന്ന് അല്ല, ഞാൻ പറയണത് ഇപ്പോഴും ആ സിനിമ കാണുമ്പോഴേ നമുക്ക് അത്രയും പഴയ കാലത്തെ ഒരു സിനിമയാണെന്നുള്ള ഫീൽ ചെയ്യില്ല. അതിന്റെ ഒരു രീതി അങ്ങനെയാണ്. അപ്പൊ 1980 മമ്മൂട്ടി തുടക്കം കുറിച്ചു എന്ന് പറയേണ്ട സിനിമ ശരിക്കും മേളയാണ്. ഞാൻ നിങ്ങളോട് വേറൊരു കാര്യം ചോദിക്കട്ടെ, മലയാളത്തിലെ ഫസ്റ്റ് ന്യൂ ജനറേഷൻ സിനിമ ഏതാ? മലയാളത്തിലെ ഫസ്റ്റ് ന്യൂ ജനറേഷൻ സിനിമ. ന്യൂ ജനറേഷൻ എന്ന് പറയുന്നത് ഏത് കാലഘട്ടത്തിലും ഉണ്ടാവുന്ന ഒരു ഇതിനെയാണ് ന്യൂ ജനറേഷൻ എന്ന് പറയുന്നത്. അതിപ്പോ 80s-ലാവാം, 70s-ലാവാം, 90s-ലാവാം. പക്ഷെ ആ ഒരു ന്യൂ ജനറേഷൻ എന്ന് പറയുന്ന ഒരു സാധനമാണ്. ആക്ച്വലി ഞാൻ മനസ്സിലാക്കിയത്, ഞാനൊരു ഇത്തിരി റിസർച്ച് നടത്തിയതിൽ എനിക്ക് മനസ്സിലാക്കിയ ഒരു സാധനം മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളാണ്. അല്ല, അത് പറയേണ്ടത് വെച്ചാൽ ലാലേട്ടന്റെ മാത്രം എൻട്രി അല്ല, അതിനകത്ത് ശങ്കർ, പൂർണിമ, ഫാസിൽ, പിന്നെ വേറൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു സംഭവം ഓഡീഷൻ വെച്ചിട്ടാണ്
ലാലേട്ടൻ അതിലേക്ക് വരുന്നത്. മോഹൻലാൽ എന്ന് പറയുന്ന ഓൾമോസ്റ്റ് എല്ലാ ഇന്റർവ്യൂലും സുരേഷ് കുമാർ ഫോട്ടോ അയച്ചു കൊടുത്തു. അവരാദ്യം ട്രൈ ചെയ്ത ഒരു സിനിമ കൂട്ടായ്മ ഉണ്ടായിരുന്നല്ലോ, അവരിൽ നിന്നുള്ള തിരനോട്ടത്തിന്റെ ടീം അവരാണ് അയച്ചു കൊടുത്ത് വരുന്നത്. ഒരു യൂഷ്വൽ നമ്മളുടെ എല്ലാവരും ഹീറോസിനെ വളരെയധികം ഇഷ്ടപ്പെടുകയും ഹീറോസിന് വേണ്ടി കൈയടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു വില്ലനോടുള്ള ഒരു ഫാൻ ബോയ് മൂവ്മെന്റ് ഉണ്ടാവുന്നത്. ഒരു വില്ലൻ എത്രത്തോളം ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞത് ആദ്യത്തെ ആ ഒരു ഡയലോഗ് തന്നെ മതി പോരെ. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു ഡയലോഗാണ് പറഞ്ഞത്. ഭയങ്കരമല്ലേ, ഒന്ന് വളരെ ഒരു എസ്റ്റാബ്ലിഷിങ് സാധനമല്ലേ. നായിക നിൽക്കുന്നു, സൈഡിൽ ഇതുപോലത്തെ ഒരു ശങ്കർ നിൽക്കുന്നു. അവിടെ വന്നിട്ടുള്ള പുള്ളി ഒരു ഡയലോഗ്, ഗുഡ് ഈവനിങ് മിസ്സസ് പ്രഭ നരേന്ദ്രൻ. അപ്പോൾ പ്രഭ അവിടെ നിൽക്കുന്നു, പ്രഭയുടെ ഭർത്താവാരാണ് നരേന്ദ്രൻ. അത് കഴിഞ്ഞതിന് ശേഷം നരേന്ദ്രൻ ആരാന്നുള്ളത് ശങ്കറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ഭയങ്കര ലൈക്ക്. പിന്നെ ഒരു ഇതിനകത്ത് ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു ചോക്ലേറ്റ് കഴിക്കുവാണ്. ചോക്ലേറ്റ് കഴിച്ചിട്ട് ഇങ്ങനെ വലിച്ച് ആ ചോക്ലേറ്റിന്റെ കവർ ഇങ്ങനെ വീക്ഷിക്കുന്നുണ്ട്. ഒരു നേരിട്ടതിൽ പൂർണിമയുടെ വീട്ടിൽ ആ കവർ കാണുമ്പോൾ ഈ നരേന്ദ്രന്റെ പ്രസൻസ് അവിടെ ഫീൽ ചെയ്യണം. പിന്നീട് ഞാൻ കേട്ടുള്ളത് കൊച്ചുകുട്ടികളൊക്കെ ബർത്ത്ഡേ ഉള്ളപ്പോൾ ഈ ഒരു ചോക്ലേറ്റ് കൊണ്ടുവരുമ്പോഴത്തേന് പിള്ളേരത് എന്നോട് താല്പര്യം കാണിക്കാതിരിക്കണതിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അപ്പോൾ എത്രത്തോളം ആ ഒരു നരേന്ദ്രൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് ആലോചിച്ച് നോക്കിയേ. സ്വാഭാവികം. അതുകൊണ്ടാണല്ലോ ആ നടനെന്ന് നിലനിൽക്കുന്നത്. അതെ അതെ അതെ. അല്ലെ, നമ്മള് മോഹൻലാല് വില്ലനായിട്ടൊക്കെ വന്നു. വില്ലനായിട്ട് തന്നെ പലപ്പോഴും ഒരുപാട് സിനിമകളിൽ വില്ലനായിട്ട് അഭിനയിച്ചു. അങ്ങനെയൊക്കെ ആയിരിക്കും നായകനെ. പക്ഷെ മമ്മൂക്ക എന്ന് പറയുന്നത് ശരിക്കും കാഴ്ചയിൽ തന്നെ ഒരു നായകന്റെ പരിവേഷമാണ്, ഒരു ലുക്കും. നിങ്ങൾ രണ്ടുപേരും തുടക്കകാലത്തിന്റെ ഒരു സമയം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഈ മേളയിൽ തന്നെ മമ്മൂട്ടി എന്ന് പറയുന്നൊരു നടന്റെ ഒരു പ്രസൻസ് മേളയിൽ വരുമ്പോൾ യഥാർത്ഥ പുരുഷനായ പ്രായത്തിലാണ് നമുക്ക് വരുന്നത്. ലാലേട്ടൻ വരുന്നത് അപ്പൊ വളരുന്നൊരു പ്രായമല്ലേ. അപ്പൊ അതില് ഞാൻ രണ്ടുപേരും പറഞ്ഞ അപ്പൊ ആ ഒരു വ്യത്യാസമുണ്ട്. അല്ല, ഞാൻ പറഞ്ഞത് പുള്ളിയുടെ ഒരു ഇത് അങ്ങനെ ആയിരുന്നു എന്ന് പറയാം. ഒരു നായകനിൽ തന്നെ തുടക്കം എന്ന് പറയുന്ന ഒരു സാധനം മേളയില് ഈ രഘു അവസാനം ആത്മഹത്യ ചെയ്യാണ്. അതായത് തന്റെ പൊക്കമില്ലായ്മ ഒരു കുറവായി തന്നെ സമൂഹം അയാളെ അടിച്ചേൽപ്പിക്കുന്നതോടുകൂടി അയാൾക്ക് അങ്ങനെ തന്നെ ജീവിക്കേണ്ടി വരികയാണ്. കാരണം പലപ്പോഴും ഓരോ സ്ഥലത്തും അംഗീകാരം കിട്ടാത്ത, പക്ഷെ അംഗീകാരം കിട്ടുന്ന രീതിയൊക്കെ ഉണ്ട്. രഘു സർക്കസ് കൂടാരത്തിൽ നിന്ന് നാട്ടിക്ക് വരുന്ന സമയത്ത് മറ്റേ പെട്ടിയൊക്കെ ആയിട്ട് വരുന്ന സമയത്തുള്ള ഒരു സീക്വൻസ് ഒക്കെ ഉണ്ട്. അതൊക്കെ ഭയങ്കര രസമാണ്. ഒരു സിഗരറ്റ് ഒക്കെ എടുത്ത് വലിച്ചിട്ട് ശ്രീനിവാസന്റെ ക്യാരക്ടർ ഫോറിനാണോ എന്നൊക്കെ ചോദിച്ച് സിഗരറ്റ് തിരിച്ചു വെച്ച് വലിക്കുന്ന സീനൊക്കെ ഉണ്ട് അതിനകത്ത്. അപ്പോ പക്ഷെ ഇയാൾ കല്യാണം കഴിക്കുന്നതോട് കൂടിയിട്ടാണ് ഇയാളുടെ ഒരു ഇത് മാറുന്നത്. രഘുവിന്റെ ഗോവിന്ദൻ എന്ന് പറയുന്ന ക്യാരക്ടറിന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് വിജയനുമായിട്ട് ഭാര്യയ്ക്ക് ഉണ്ടാകുന്ന സൗഹൃദം അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ വേറൊരു തരത്തിൽ നാട്ടുകാർ മുഴുവൻ പറയുമ്പോൾ അതിനോടുള്ള ഒരു എന്താണ് സ്വാഭാവികമായിട്ടുള്ള ഒരു വിയോജിപ്പും അല്ലെങ്കിൽ ഒരു സംശയവും അവൾക്ക് തന്നോട് അടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളൊരു തോന്നലും ഒക്കെയാണ് രഘുവിനെ ആത്മഹത്യയിലേക്ക് നയിക്കുന്നത് ലാസ്റ്റ്. അതാണ് ക്ലൈമാക്സ് സീന് സിനിമയുടെ. രഘു വെള്ളത്തിലേക്ക് പോകുന്നു, ഒപ്പം ചാടാൻ പോകുന്ന രഘുവിന്റെ ഭാര്യനെ പിടിച്ചു നിർത്തിയിട്ട് നിൽക്കുന്ന വിജയൻ. അതാണ് സിനിമയുടെ സീക്വൻസ് എന്ന് പറയുന്നത്. എന്തൊക്കെ പറഞ്ഞാലും അന്ന് മുതൽ ഒരു നായകൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോക്കാണ്. അതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. മേള കാലത്തും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സിനിമയാണ്. പറയാതെ പോകാൻ പാടില്ല. വളരെ മമ്മൂക്ക ഫാൻ. എന്റെ പേരിലൊരു കാര്യം ചോദിക്കും, എനിക്ക് കൂടെ ഒരു താല്പര്യമുള്ള, ഈ മേളയിലേക്ക് മമ്മൂക്ക എങ്ങനെ എത്തുന്നത് എനിക്കറിയില്ല. അല്ല, അതൊന്നും നമ്മളൊന്ന് സെർച്ച് ചെയ്യേണ്ട ഒരു കാര്യം. മേളയിലേക്ക് KG ജോർജ് മമ്മൂട്ടിനെ വിളിച്ചു. അക്കാലത്ത് ഓഡീഷനായിട്ട് ഒരുപാട് ഒത്തിരി സ്ഥലങ്ങളിൽ നടക്കുന്ന ഒരാളാണല്ലോ. അല്ലെങ്കിൽ അതറിയുന്ന ആരെങ്കിലും ഉണ്ടാവും ഇത് കാണുമ്പോൾ. അവര് നമുക്ക് ഇൻഫർമേഷൻ തരും. അതൊരു വലിയൊരു ഇൻഫോർമേറ്റീവ് കാര്യമായിട്ട് മേളയിലേക്ക് മമ്മൂട്ടി എങ്ങനെ എത്തി എന്നുള്ളത് പറഞ്ഞു തരണം. ഈ എന്തായാലും സിനിമാ പ്രേമികൾ ഇതൊക്കെ റിസർച്ച് ചെയ്ത് നമ്മളിപ്പോ ഈ പറഞ്ഞ പോലെ നമ്മുടെ ചർച്ചയാണ് നമ്മളിങ്ങനെ ഇതിടുന്നത്. പക്ഷെ ഇത് അറിയുന്ന ഒരുപാട് പേര് ഉണ്ട് പുറത്ത്. അപ്പൊ അവർക്ക് കമന്റ് ചെയ്ത് പറഞ്ഞുതരാം. എല്ലാവർക്കും അതിനെ കുറിച്ച് മനസ്സിലാക്കുകയും ചെയ്യാം. കറക്റ്റ് അതിനെ കുറിച്ചൊന്നും അറിയണം എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ചുള്ള
മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിനെ കുറിച്ച് ഉള്ളൊരു അറിവ്, നിങ്ങളുടെ അറിവ് എന്താണ്? മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ സ്വാഭാവികമായിട്ടും മോഹൻലാൽ എങ്ങനെ അവിടെ എത്തി എന്നുള്ളതൊക്കെ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ അല്ലാതുള്ള ആ പടം എക്കാലത്തും ഈ പറഞ്ഞ ഇതുള്ള ഒരു സാധനം വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഒരു നല്ല സിനിമ തന്നെയാണ് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ. ഒരു വില്ലനോടുള്ള ഒരു ആരാധന വന്നൊരു സിനിമയാണത്. പിന്നെ പലരുടെയും അന്ന് ഇതുപോലത്തെ രീതിയിൽ റെക്കോർഡിങ്ങിൽ വെക്കാനായിട്ടുള്ള ഡിജിറ്റൽ യുഗമൊന്നും അല്ലാത്തതുകൊണ്ട് പല ആൾക്കാരും പറഞ്ഞുള്ള കേട്ടറിവ് വെച്ച് കേട്ടിട്ടുള്ളത് ആ ഒരു ലൊക്കേഷനിലും ഉണ്ടായിരുന്ന ഒത്തിരി ആൾക്കാർ ഷൂട്ടും കാര്യങ്ങളും കണ്ട ആൾക്കാർ പറഞ്ഞു ഇവിടെ ഇങ്ങനത്തെ രീതിയിൽ വില്ലൻ ക്യാരക്ടറായിട്ട് നിൽക്കേണ്ട ആളല്ല, വേറൊരു ലെവലിലോട്ട് ഡെവലപ്പ് ആവാൻ ഉള്ള ഒരു സാധ്യതയുള്ള ആളാണെന്ന്. സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു അങ്ങനെ ആരെങ്കിലൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സത്യമായിട്ട് സംഭവിച്ചില്ല. മലയാളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും പ്രധാന നടന്മാരിൽ രണ്ടാളുകളായിട്ട് മമ്മൂട്ടി മോഹൻലാൽ മാറിയിട്ടുണ്ടെങ്കിൽ അവരുടെ കഠിന പ്രയത്നവും അവരോടുള്ള ജനങ്ങളുടെ ഇഷ്ടവും അവർ തെരഞ്ഞെടുത്ത കഥാപാത്രങ്ങളുടെ മികവും ഒക്കെ തന്നെയാണ്. അപ്പൊ ഇത് ഈ ഓരോ സിനിമകളെ പറ്റി സംസാരിക്കാന്ന് വെച്ചാൽ ഇന്നൊന്നും തീരില്ല. അപ്പൊ 1980 മേളയില് മമ്മൂട്ടിയും മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളില് മോഹൻലാലും വന്നു. 80s ഇവരുടെ കരിയറിൽ എന്തൊക്കെ ഡെവലപ്മെന്റ്സ് ഉണ്ടാക്കി, എങ്ങനെയാണ് ഇവരുടെ ഗ്രാഫ് പോയത്, ഏതൊക്കെ നല്ല എടുത്തു പറയേണ്ട എത്ര സിനിമകൾ ഉണ്ടായി. ഒരു ഏതൊക്കെയോ വർഷങ്ങൾ 36 വർഷങ്ങളുണ്ട് രണ്ടുപേരും. അപ്പൊ നമുക്ക് അതിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കണം, അടുത്ത പാർട്ടിൽ സംസാരിക്കും. ഞാൻ കഴിഞ്ഞ ദിവസം ലാലേട്ടൻ്റെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നേരത്തെ ഹിറ്റ് പടങ്ങളായി കഴിയുമ്പോഴത്തേനും ഡെഫിനറ്റ്ലി നമ്മൾ ശബ്ദരേഖ കേൾക്കാറുണ്ട്. നമ്മൾ തിരിച്ചു ഈ ശബ്ദരേഖ സിനിമ എന്ന് പറഞ്ഞിട്ട് റേഡിയോ ഇറക്കിയ ഒരു കേട്ടു ഞാൻ. അതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ട്. നല്ല വരാൻ പോകുന്നത് ഓൾറെഡി ഓണായി, സ്പോട്ടിഫൈയിൽ സെർച്ച് ചെയ്താൽ കിട്ടും. വരുന്നുണ്ട്. അപ്പം അതൊരു AI ക്രിയേറ്റഡ് ആയിട്ടുള്ള ഒരു സംഭവമായിട്ടുള്ള കേൾക്കണം. അത് ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു സിനിമ കാണുന്നൊരു ഫീൽഡിൽ ആംബിയൻ മ്യൂസിക്കും വെച്ചു ക്യാരക്ടേഴ്സിനെ കൊണ്ട് പെർഫോം ചെയ്യിപ്പിച്ച് എല്ലാം നോൺ ആർട്ടിസ്റ്റിനെ കൊണ്ട് ചെയ്യിപ്പിച്ച് വെരി നന്നായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു ഫ്യൂച്ചർ ഉള്ള ഒരു സംഭവമാണത്. സ്പോട്ടിഫൈയിലൂടെ ഈ പോഡ്കാസ്റ്റ് നമ്മൾ ചെയ്യുന്ന പോലത്തെ രീതിയിൽ തന്നെ ഇത് ഈ ഓഡിയോ സിനിമയ്ക്ക് ഒരു പോസിബിലിറ്റി ഞാൻ കാണുന്നുണ്ട്. അതിനൊരു സാധനം അത് കണ്ടുവരുണ്ടെങ്കിൽ പറയട്ടെ. ഒരുപാട് പേർക്ക് ഒരുപാട് പേരുള്ള ഒരു സ്ഥലമാണ് നമ്മുടെ നാട്. ഇപ്പൊ നമ്മുടെ ഈ ഒരു ടൈം പോകുമ്പോൾ ഈ ബുക്ക് വായിക്കാൻ വളരെ സമയക്കുറവും അതിനകത്ത് ശ്രദ്ധ ഓഡിയോ കേൾക്കാൻ ഉള്ള ഒരു ഇതുപോലെ തന്നെ ഇതിനും വളരെ ഒരു പോസിബിലിറ്റിയാണ് ഈ ഓപ്പൺ ചെയ്ത് വരാൻ പോണപ്പോൾ ഓഡിയോ സിനിമ. അതാണ് ഇപ്പോഴത്തെ പുതിയ ലേറ്റസ്റ്റ് ഡെവലപ്മെന്റ്. അത് കേൾക്കുക, ഒന്ന് നിന്നിട്ട് അതിനെ കുറിച്ച് പറയണം. അപ്പൊ നമുക്ക് അടുത്ത എപ്പിസോഡിൽ നമ്മൾ 81 മുതൽ ഉള്ള സിനിമകളുടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാം. മമ്മൂട്ടി മോഹൻലാൽ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഈ 81 ചർച്ച ചെയ്യുമ്പോഴത്തേനും നമുക്ക് എല്ലാ പടങ്ങളും ഡീകോഡ് ചെയ്യാൻ പറ്റില്ല. അതിനകത്ത് നമ്മൾക്ക് ഏതാ ഇഷ്ടപ്പെട്ട ഓരോ സിനിമകൾ ഉള്ളത് വെച്ച് വേണം സംസാരിക്കാൻ. പിന്നെ സംസാരിക്കുമ്പോൾ 81 മോഹൻലാലിന്റെ പടങ്ങൾ വലിയ കാര്യമായിട്ടില്ലെന്ന് തോന്നുന്നു. പക്ഷെ മമ്മൂട്ടിക്ക് 81 നല്ല പടങ്ങളുണ്ടായിരുന്നു. നല്ല പടങ്ങൾ ഉണ്ട്, കുറച്ച് പടങ്ങൾ ഉണ്ട്. സംബന്ധിച്ചിടത്തോളം എനിക്കറിഞ്ഞൂടാ. അടുത്ത നോക്കാം. വരുമല്ലോ 81 മോഹൻലാലിന്റെ പടങ്ങളും മമ്മൂട്ടിയുടെ പടങ്ങളും അതിൽ ഇഷ്ടപ്പെട്ട സാധനങ്ങളും ഒക്കെ വരും. നമ്മുടെ മമ്മൂട്ടി മോഹൻലാൽ ഫാൻസ് ടീമുകളും ഉണ്ടാവുമല്ലോ, അവരുടെ ഭാഗത്ത് ഇൻഫർമേഷൻ